കിനാവിൻ പ്രണയവനിയിൽ അലിഞ്ഞു ചേർന്ന രാഗമായി ഹബീബിൻ മധുനുകരുമാ മനം കവർന്ന താളമായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റസാനത്ത് ഭാഗം 32. ഇദൽ ജവാദു വഇൻ ജഫത് യദാഹു അതാ ഹുസൈലുൻ ലയഖീബ യൗമൻ ഇദാ റജഅ ويخرج الماء ولو بالحفير من نهري إذ كل صاد عطاه لم يكن منعا. إذا الجواد ധർമ്മിഷ്ഠൻ വൈൻ ജഫത്ത് യദാഹു അവൻ്റെ ഇരുകൈയും ഉണങ്ങിയാലും സമ്പത്ത് കുറഞ്ഞാലും അതാഹു സായിലുൻ ചോദിക്കുന്നവർ അവൻ്റെ അരികിൽ വരും. ലം യഖിബ് കാരണം ചോദിക്കുന്നവൻ പരാജയപ്പെടില്ല, പരാജിതനാവില്ല. യൗമൻ ഒരു ദിവസം, ഇദാ റജഅ അവൻ മടങ്ങുന്ന അവസരം, ഒരു ദിവസവും സമ്പത്തുള്ളവൻ്റെ അടുത്ത് പോയാൽ അവൻ പരാജയപ്പെടില്ല. വയഖ്റുജുൽ മാഉ വലൗ ബിൽ ഹഫീരി മിൻ നഹരി ഇദ് കുല്ല സാദിൻ അതാഹു ലം യകുൻ മനഅ. വയഖ്റുജുൽ മാഉ വെള്ളം പുറപ്പെടും, വലൗ ബിൽ ഹഫിരി അത് കുഴി ഉണ്ടാക്കൽ കൊണ്ടാണെങ്കിലും വെള്ളം പുറപ്പെടും. മിന്നഹരി നദിയിൽ നിന്ന് ആ വെള്ളം പുറപ്പെടും. ഇത് കുല്ല സ്വാദിൻ കാരണം എല്ലാ ദാഹിച്ചവനും അതാഹു നദിയുടെ ധർമ്മത്തെ ലം യകുൻ മനഅ നദി വിലങ്ങുകയില്ല. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ധർമ്മിഷ്ഠനെ സമീപിക്കുന്നവൻ ഒരിക്കലും നിരാശപ്പെടുകയില്ല എന്നതുകൊണ്ട് തന്നെ അവൻ്റെ സാമ്പത്തിക ശേഷി കുറഞ്ഞ വേളയിലും ജനങ്ങൾ അവനെ സമീപിച്ചു കൊണ്ടിരിക്കും. നിറഞ്ഞൊഴുകിയിരിക്കുന്ന നദി വറ്റി വരണ്ടാലും അതിൽ കുഴി കുത്തിയാൽ വെള്ളം കിട്ടുമല്ലോ. അതുകൊണ്ട് ദാഹജലത്തിന് വേണ്ടി ജനങ്ങൾ നദിയെ സമീപിക്കും. ധർമ്മിഷ്ഠനെ നദിയോടാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന സ്വദഖത തദ്ഫഉൽ ബലാഅ. നിശ്ചയം സ്വദഖ വിപത്തുകളെ മുഴുവനും തട്ടിമാറ്റും. നിശ്ചയം തീർച്ചയായും സ്വദഖ വിപത്തുകളെ തട്ടിമാറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം സ്വദഖ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. അത് കാരണമായിട്ട് എല്ലാ വിപത്തുകളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരുപാട് ആളുകൾ എത്രയോ സഹായം ചെയ്യുന്നുണ്ട്. അല്ലാ അവർക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാ. അവരപകടങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാ. എല്ലാ മുഅ്മിനീങ്ങളെയും കാക്കണേ അല്ലാ. പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് ഞങ്ങളുടെ നാടുകളെയും ജനങ്ങളെയും കാക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.